നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാം തിരുലിഖിതം. പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ മാലാഖമാരോട് കൂടെ വാനമേഘങ്ങളിൽ വരുമ്പോൾ ലജ്ജിക്കും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന നിലവിളിക്കുന്ന പാപങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നാം കേട്ടതിൻ്റെ തുടർച്ചയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതകരമായി ഇടപെടുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളെ അവിടെ നിന്ന് കാണണമേ. ഒരുപാട് പേര് പാപത്തിൻ്റെ സർപ്പദംശനമേറ്റ് പാപത്തിൻ്റെ വിഷബാധയേറ്റ് വേദനിക്കുകയാണ്. ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ ദുർമോഹങ്ങളും എല്ലാ തരത്തിലുള്ള തിന്മകളും കൂടുകെട്ടി വിശുദ്ധി നഷ്ടപ്പെട്ട് പ്രാർത്ഥനയിൽ മുരടിച്ച് വിശ്വാസം മങ്ങിപ്പോയി ആത്മാവിൽ മന്ദത ബാധിച്ചിരിക്കുകയാണ്. പരിശുദ്ധ അരുവിയെ, തളർന്ന ജീവിതങ്ങളെ സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാവനാത്മാവേ, മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ, പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീടുക. ഇടപെടണമേ. ശുദ്ധി നൽകുക അരുവിയെ, അഗ്നി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ, പാപങ്ങളേറെയുള്ള പരിശുദ്ധാത്മാവേ, ജഡത്തിന്മേൽ തീടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും പരിശുദ്ധാത്മാവേ, നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ തിറങ്ങുക. സ്പർശിക്കണമേ. നീ എന്നിൽ തിറങ്ങിടുക. നീ എന്നിൽ തിറങ്ങിടുക. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തിരുസന്നിധിയിൽ ഭയഭക്തികളോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ ബാലികാ ബാലന്മാരെയും വിദ്യാർത്ഥിനികളെയും അവിടെ നിന്ന് സ്പർശിക്കണമേ. ഓരോ ജീവിത സാഹചര്യങ്ങളുടെ സങ്കീർണമായ ചില പ്രത്യേക അവസ്ഥകളിൽ കടന്നു പോകുന്ന ഓരോ ജീവിതങ്ങളെ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ.
പഠിക്കാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങളെ, ബാലികാ ബാലന്മാരെ, വിദ്യാർത്ഥിനികളെ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ. പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നുപോയി. നിരാശ, സങ്കടം, വിഷമം, അവിശ്വാസം, നിരീശ്വര ചിന്ത, ദൈവനിഷേധം, താന്തോന്നിത്വം, വഷള സ്വഭാവം, മൂഢത എന്നിവയ്ക്ക് അടിമപ്പെട്ട ഓരോ ജീവിതങ്ങളെ സ്പർശിക്കണമേ. രോഗികളായ ഓരോ മക്കളെ സ്പർശിക്കണമേ. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? നിരാശയ്ക്ക് അടിമപ്പെട്ട ജീവിതങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ. എത്ര പ്രാർത്ഥിച്ചിട്ടും വചനം കേട്ടിട്ടും ഒരു അനുഭവം കിട്ടാത്ത ജീവിതങ്ങളെ സ്പർശിക്കണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, മനസ്സ് തുറന്ന് സ്തുതിക്കുക. മകനെ, മകളെ, ഇപ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണോ, നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണോ, നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണോ, അത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് കരങ്ങൾ നന്നായി ഉയർത്തി ഈ കൂട്ടായ്മയോട് ചേർന്ന് ഹൃദയം തുറന്ന് അറിയാവുന്നതുപോലെ ദൈവസന്നിധിയിൽ ഉറക്കെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്പർശിക്കണമേ, ഇടപെടണമേ. ഓരോ കുടുംബങ്ങളെയും കുടുംബ സാഹചര്യങ്ങളെയും ഇപ്പോൾ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഓരോ ദുർപീഡകളാൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഇപ്പോൾ സൗഖ്യപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന, നിലവിളിക്കുന്ന പാപങ്ങളുണ്ടെന്നും അവ ഏതൊക്കെയാണെന്നും നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അതിന് 2 മേഖലകളെക്കുറിച്ച് നാം ശ്രവിച്ചു. ഈ ദിവസത്തിൽ തുടർന്നുള്ള മേഖലകളെക്കുറിച്ച് നാം ശ്രവിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഒരുപോലെയല്ല, നമ്മുടെ എല്ലാ പാപങ്ങളും ഒരുപോലെയല്ല. ചില പാപങ്ങൾക്ക് അതിൻ്റേതായ ചില പ്രത്യേകതയുണ്ട്. അതിൽ ഒരു കാറ്റഗറിയിൽപ്പെട്ട പാപമാണ് ദൈവസന്നിധിയിൽ പോയി മുറവിളി കൂട്ടി പ്രതികാരം കൊണ്ടുവരുന്ന പാപങ്ങൾ. ആ പാപങ്ങളിൽപ്പെട്ട 3ാമത്തെ പാപമാണ് വിധവകളുടെയും അനാഥരുടെയും നിലവിളി, കരച്ചിൽ. ഇതിനെക്കുറിച്ച് പുറപ്പാടിൻ്റെ ഗ്രന്ഥത്തിൽ 22-ാം അധ്യായത്തിൽ 21 മുതൽ 24 വരെ തിരുലിഖിതങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ ഞെരുക്കുകയോ അരുത്. നിങ്ങൾ ഈജിപ്തിൽ പരദേശികളായിരുന്നല്ലോ. വിധവയെയോ അനാഥനെയോ നിങ്ങൾ പീഡിപ്പിക്കരുത്. നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും. എൻ്റെ കോപം ജ്വലിക്കുകയും നിങ്ങളെ ഞാൻ വാളുകൊണ്ട് വധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാഥരുമായി തീരും. അവരുടെ ഗതി എന്താണോ അതേ ഗതി നമ്മുടെ കുടുംബത്തിൽ മക്കൾക്കും ജീവിത പങ്കാളിക്കും വന്ന് ഭവിക്കുമെന്ന് തിരുലിഖിതം വെളിപ്പെടുത്തുകയാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ ഞെരുക്കുകയോ അരുത്. പരദേശി ആരാണ്? പരദേശി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് പാർക്കുന്നവരെ നാം ബഹുമാനത്തോടെ കാണണം. അത് ബീഹാറിൽ നിന്നാണെങ്കിലും ഒറീസയിൽ നിന്നാണെങ്കിലും അത് മറ്റ് സംസ്ഥാനങ്ങളെ ഏത് ഭാഗങ്ങളിൽ നിന്നായിക്കോട്ടെ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരും അവർ വിദേശികൾ അല്ലെങ്കിൽ പരദേശി എന്ന ബഹുമാനത്തിന് അർഹരാണ്. അവർ വിദേശികൾ അല്ലെങ്കിൽ പരദേശികൾ, അവരെ നാം തരം താഴ്ത്തി കാണരുത്. അവർ ബഹുമാനത്തിന് അർഹരാണ്. അവരെ നാം പരിഗണിക്കണം. അവരുടെ ആവശ്യങ്ങൾ നാം പരിഗണിക്കണം. സാധിക്കുന്നത് പോലെ അവർക്ക് പരിചരണങ്ങൾ ചെയ്തു കൊടുക്കണം. വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ അവരെ ഞെരുക്കുകയോ അരുത്.
വേറൊരു വാക്കി പറഞ്ഞാൽ നമ്മളവരെ പരിചരിക്കാതെ അവരെ ദ്രോഹിക്കാനും അവരെ ഞെരുക്കാനും തുടങ്ങിയാൽ, അവർ നമ്മുടെ ഈ കോമ്പൗണ്ടിൽ നമ്മുടെ ഈ ദേശത്ത് വെച്ച് കരഞ്ഞാൽ, ആ കണ്ണുനീർ ഈ ദേശത്ത് വീണാൽ, ആ കണ്ണുനീർ തുള്ളികൾ ദൈവസന്നിധിയിൽ നമുക്കെതിരെ നിലവിളിക്കും, പ്രതികാരത്തിനായി നിലവിളിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരദേശികളോടും വിദേശികളോടും വലിയൊരു ബഹുമാനത്തിൻ്റെയും പരിഗണനയുടെയും ആദരവിൻ്റെയും ബന്ധം പുലർത്തണം. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അനാഥരെയോ വിധവകളെയോ പീഡിപ്പിക്കരുത്. നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും. മരണം കൊണ്ടുവരുന്ന, പല അനർത്ഥങ്ങൾ കൊണ്ടുവരുന്ന ഒരു പാപമാണ് അനാഥരെയും വിധവകളെയും കുരുടരെയും സഹായത്തിന് ആരുമില്ലാത്തവരെയും വഴി അറിയാത്തവരെയും ബുദ്ധിമുട്ടിക്കുക, ദ്രോഹിക്കുക എന്നു, നിസ്സഹായരെ വേദനിപ്പിക്കുക, നിസ്സഹായരെ ഞെരുക്കുക, അവരുടെ കണ്ണുനീര് വീഴാൻ ഇടവരുത്തുക. ഇത് ഒരു നിസ്സാര പാപമല്ല. നമ്മുടെ ജീവന്റെ മേൽ ഭീഷണി കൊണ്ടുവരുന്ന നിലവിളിയാണ് ഇങ്ങനെയുള്ള നിസ്സഹായരുടെ കണ്ണുനീര് ദൈവസന്നിധിയിൽ ഉണർത്തുന്നത്. ഹല്ലേലൂയ. ദൈവം നിശ്ചയമായും അവരുടെ പക്ഷത്ത് ചേർന്ന് പ്രവർത്തിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇങ്ങനെയുള്ള ആളുകളെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കോമ്പൗണ്ടിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ തൊഴിൽശാലയിൽ ഞെരുക്കുകയും അവരുടെ കണ്ണുനീർ അവിടെ വീഴുകയും ചെയ്യുമ്പോൾ, നാം ദേവാലയത്തിൽ പോയി എത്രമാത്രം പ്രാർത്ഥിച്ചാലും ഇവരുടെ കണ്ണുനീരിൻ്റെ സ്വരമായിരിക്കും ദൈവസന്നിധിയിൽ ഉയർന്നു നിൽക്കുക. നമ്മുടെ പ്രാർത്ഥനയല്ല, ഇവരുടെ കണ്ണുനീരായിരിക്കും ദൈവസന്നിധിയിൽ ശക്തി കൂടുതൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇന്ന് ചിന്തിക്കുന്നുണ്ട്, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, വേറെ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് എനിക്കിങ്ങനെ, എന്നിട്ട് എന്തുകൊണ്ട് നമുക്കൊരു ഉയർച്ചയില്ല, എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ അധ്വാനിച്ചിട്ട് അതിൻ്റെ ഗുണം കുടുംബത്തിൽ കിട്ടുന്നില്ല, എന്തുകൊണ്ട് നമ്മുടെ മക്കൾ നേരെയാകുന്നില്ല, എന്തുകൊണ്ട് കുടുംബത്തിൽ ഒരു സമാധാനം ഇല്ല, എന്തുകൊണ്ട് നമുക്കൊരു മേൽഗതി, ഒരു ഗുണം, ഒരു നന്മ, ഒരു സമാധാനം നമ്മുടെ ഈ പരിശ്രമത്തിൻ്റെ എല്ലാം ഫലമായി ലഭിക്കുന്നില്ല ചിന്തിക്കുന്നുണ്ടാകാം. കഴിഞ്ഞ ആഴ്ചയിൽ പ്രഖ്യാപിച്ചത് ഓർമ്മിക്കുക. ഹഗ്ഗായി പ്രവാചകന്റെ ഗ്രന്ഥം കർത്താവ് പഠിപ്പിക്കുകയാണ്, എല്ലാ കാര്യത്തിലും ഞാൻ വരൾച്ച വരുത്തും. കാരണം ഈ കണ്ണുനീർ നമുക്കെതിരെ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. ദൈവം പ്രവർത്തിക്കാൻ ഇറങ്ങി വരും. ദൈവത്തെ വിളിച്ച് ഇറക്കിക്കൊണ്ടുവരുന്ന കണ്ണുനീരാണ് അനാഥരുടെയും വിധവകളുടെയും പരദേശിയുടെയും കണ്ണുനീര്. ഇതിനൊരു ഉദാഹരണം ബൈബിളിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലുമായി നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ ജനം വളരെ കാലം പരദേശികളായി ഈജിപ്ത് ദേശത്ത് വസിച്ചിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യകാലങ്ങളിൽ ആ രാജ്യം അവർക്ക് വലിയ സ്നേഹവും ബഹുമാനവും കൊടുത്തിരുന്നെങ്കിലും പിന്നീട് അവരുടെ സ്ഥിതി ദയനീയമായി. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 23-24 വാക്യങ്ങൾ, കുറേ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ച് അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ ദീനരോധന ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനും ചെയ്ത ഉടമ്പടി അനുസ്മരിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ കടാക്ഷിച്ചു. 3-ാം അധ്യായം 7-ാം വാക്യം, കർത്താവ് അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് അവരെ നയിക്കാനുമായി ഞാൻ ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. ആ ജനത്തെ ഉയർത്തും. വേദനിക്കുന്ന പരദേശികളെ ദൈവം ഉയർത്തും. വേദനിപ്പിക്കുന്നവരെ ദൈവം ഇകഴ്ത്തും, ദൈവം താഴ്ത്തും. ഈജിപ്തിൽ അതാണ് സംഭവിച്ചത്. ഫറവോ, അവൻ്റെ കുതിരപ്പട്ടാളം, അവൻ്റെ സൈന്യാധിപന്മാർ അവരെല്ലാം ചെങ്കടലിൽ ഈയക്കട്ട താഴ്ത്തുന്നത് പോലെ അവിടുന്ന് ചവിട്ടി താഴ്ത്തി ഇസ്രായേൽ ജനത്തെ അത്ഭുതകരമായി അവിടുന്ന് കാനാൻ നാട്ടിലേക്ക് നയിച്ചു കൊണ്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് തകർച്ചകളും ദൈവം നമുക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന അനുഭവത്തിലേക്ക് നയിക്കുന്ന പാപമാണ്
അനാഥരുടെയും വിധവകളുടെയും നിസ്സഹായരുടെയും കണ്ണുനീര്. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വംശത്തിൽ ഇങ്ങനെ ഏതെങ്കിലും വ്യക്തി കണ്ണുനീര് നമുക്കെതിരെ നിലവിളിക്കുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുലിഖിതങ്ങൾ. തിന്മയ്ക്ക് വിധേയനായവൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തൻ്റെ കണ്ണുനീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളുകളിലൂടെ കണ്ണുനീർത്തുള്ളികൾ ഒഴുകി വീഴുകയില്ലേ? കർത്താവ് വൈകുകയോ സ്വസ്ഥനാവുകയോ ഇല്ല. അവിടുന്ന് നിർദ്ധയൻ്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ഈ പാവപ്പെട്ട മനുഷ്യരോട് നമ്മൾ ചെയ്യുന്നതിന് ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും, പകരം വീട്ടും. അവിടുന്ന് ജനതകളോട് പകരം വീട്ടും. അടുത്തത്, അവിടുന്ന് അനീതി പ്രവർത്തിക്കുന്നവൻ്റെ ചെങ്കോൽ തകർത്ത് കളയും. ധിക്കാരികളുടെ കൂട്ടത്തെ അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്യും. നീ ഒരു നിർദ്ധയനാണോ? നീ ഇങ്ങനെയുള്ള പാവപ്പെട്ടവരോട്, ദുർബലരോടും ഭയങ്കരമായ മർക്കടപുഷി കാണിക്കുന്ന നീ അറക്കവാൾ പോലെ, നീ കഴുതമുള്ള പോലെ, ഒരാൾക്കും ഒരു സ്വസ്ഥത കൊടുക്കാത്ത വിധം ഒരു മഹാദാഷ്ടിക്കാരനും വെനീസിലെ വ്യാപാരിയെ പോലെ ഒരു പിശുക്കനും ഭയങ്കരമായ കണ്ണുനീര് വരുത്തുന്നവനുമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയാണോ നീ? ചിന്തിക്കണം. നിർദ്ധയൻ്റെ അരക്കെട്ട് തകർക്കുന്നൊരു കർത്താവുണ്ട്. അനീതി പ്രവർത്തിക്കുന്നതിന് ചെങ്കോൽ തകർത്ത് കളയുന്നൊരു കർത്താവുണ്ട്. അനീതിക്കിരയായവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ചരിത്രത്തിൽ, ഭൂമിയിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, സംസ്ഥാനത്ത്, ജില്ലയിൽ വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം ബൈബിളിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യാ പ്രവചനത്തിൽ 1-ാം അധ്യായം 32-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, കർത്താവ് പ്രവർത്തിക്കുമ്പോൾ ബലവാൻ ചണനാര് പോലെയും അവൻ്റെ പ്രവർത്തികൾ തീപ്പൊരി പോലെയുമാകുന്നു. രണ്ടും ഒരുമിച്ച് കത്തി നശിക്കും. മനുഷ്യൻ്റെ അഹന്തയ്ക്ക് അറുതി വരും. ഉദ്ധതമായ എല്ലാത്തിനും എതിരായ ഒരു ദിവസമുണ്ട്. കർത്താവ് ഇടപെടുന്നൊരു ദിവസമുണ്ട്. ഞാൻ നിങ്ങളിത് മനസ്സിലാക്കണം. ദൈവഭയത്തോടെ വ്യാപരിക്കണം. ദൈവവിചാരത്തോടെ ഇടപെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന മറ്റൊരു പാപമാണ് കൂലി വേലക്കാരോട് കാണിക്കുന്ന അവഗണന. അവർക്ക് കൂലി കൊടുക്കാതെ പിടിച്ചു വെക്കുക. അവർക്ക് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന കൂലി നമുക്കെതിരെ നിലവിളിക്കും. നിയമാവർത്തന ഗ്രന്ഥത്തിൽ 24-ാം അധ്യായം 14 മുതലുള്ള തിരുലിഖിതങ്ങൾ. അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെ, അവൻ നിന്റെ സഹോദരനോ നിന്റെ നാട്ടിലെ പട്ടണങ്ങളിൽ ഒന്നിൽ വസിക്കുന്ന പരദേശിയോ ആകട്ടെ, നീ പീഡിപ്പിക്കരുത്. അവൻ്റെ കൂലി അന്നന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ കൊടുക്കണം. അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ്. അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും. കൂലിക്കാരന് നിലവിളിക്ക് ദൈവം ഉത്തരം കൊടുക്കും. നീ അവനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. ഒരു കൂലിക്കാരനോ ഒരു പാവപ്പെട്ടവനോ ഒരു ദരിദ്രനോ വന്നാൽ നീ അവൻ്റെ കൂലി വേഗം കൊടുക്കണം. പിടിച്ചു വെക്കരുത്. നീ അവനോട് കൊമ്പ് കുറക്കാൻ നിൽക്കരുത്. പണി ചെയ്യുന്നവനാണോ, നീ വേഗം അവൻ്റെ കൂലി കൊടുക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പഠിപ്പിക്കുകയാണ്, മകനേ, പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിൻ്റെ ആകുലതകൾ നീ വർദ്ധിപ്പിക്കരുത്. യാചകന് നീ ദാനം താമസിപ്പിക്കുകയും അരുത്. ആവശ്യക്കാരനിൽ നിന്ന് നീ കണ്ണു തിരിക്കരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സ്രഷ്ടാവ് അത് കൈക്കൊള്ളും. നിന്നെ ശപിക്കാൻ നീ ആർക്കും ഇടം കൊടുക്കരുത്. ദൈവവചനം പഠിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 1 മുതൽ 6 വരെ തിരുലിഖിതങ്ങൾ. നിനക്കെതിരെ മനം നൊന്ത് പ്രാർത്ഥിക്കാൻ നീ ആർക്കും ഇടം കൊടുക്കരുത് എന്ന് സർവജ്ഞാനിയായ ദൈവം നമുക്കൊരു നിർദ്ദേശം തന്നിരിക്കുകയാണ്. അത് നമ്മുടെ വളർച്ചയെ, നമ്മുടെ കുടുംബ സമാധാനത്തെ, നമ്മുടെ ആത്മീയ സുസ്ഥിതിയെ, നമ്മുടെ പ്രാർത്ഥനയെ അത് ബാധിക്കും. ഹല്ലേലൂയ. ഈ പാവപ്പെട്ടവരുടെ കൂലിയെല്ലാം പിടിച്ചു വെച്ച് അവർക്ക് വേണ്ട പോലെ കൂലി കൊടുക്കാതെ, അവരെ അമിതമായി ജോലി ചെയ്യിച്ച് അവർക്ക് വിശ്രമം കൊടുക്കാതെ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്,
അങ്ങനെയുള്ളവരെ കൂലി പിടിച്ചു വച്ചിട്ട് നീ പോയി പ്രാർത്ഥിച്ചാൽ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് നിന്റെ പ്രവൃത്തി. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 34 അധ്യായത്തിൽ 20 തിരുലിഖിതം, ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 5 അധ്യായത്തിൽ 4 തിരുലിഖിതം, നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിലവിളി എൻ്റെയും നിങ്ങളുടെ ജീവന് തന്നെ എതിരായ ഇവരുടെ കണ്ണുനീര് നമുക്കെതിരെ വിളിച്ചാൽ കർത്താവ് ഇറങ്ങി വരികയും കർത്താവിൻ്റെ വാൾ നമ്മുടെ ജീവൻ അപഹരിക്കുകയും അവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ജീവനെ നശിപ്പിക്കുന്നൊരു പാപമാണ് അനാഥരുടെയും വിധവകളുടെയും കൂലിക്കാരുടെയും കണ്ണുനീർ ദൈവസന്നിധി നിലവിളിക്കാൻ ഇടവരുത്തുക എന്നുള്ളത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സർവശക്തനായ ദൈവമേ, ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന ഇങ്ങനെയുള്ള ഓരോ തരത്തിലുള്ള തിന്മകളിൽ നിന്നും അശുദ്ധ ജീവിതത്തിൽ നിന്നും എല്ലാ വൈകൃത സ്വഭാവങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കണമേ. ദേശവാസികളെ സംരക്ഷിക്കണമേ. ഇങ്ങനെയുള്ള അനാഥരുടെയും വിധവകളുടെയും കണ്ണുനീര് ഒരു തുള്ളി പോലും ഈ കുടുംബത്തിലോ ഞങ്ങളുടെ കോമ്പൗണ്ടിലോ ഈ ദേശത്തോ വീഴാതിരിക്കാൻ തക്കവണ്ണം ഉദാരതയും കാരുണ്യവും സഹിഷ്ണുതയും ലാളിത്യവും വലിയ സ്നേഹവും എല്ലാ ഹൃദയങ്ങളിലേക്കും നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഈ സമയത്ത് നമ്മുടെ മേൽ മാത്രമല്ല, ഈ ശുശ്രൂഷ പങ്കെടുത്ത കുഞ്ഞു മക്കൾ ഉൾപ്പെടെ എല്ലാവരുടെ മേലും ഔദാര്യത്തിൻ്റെ ആത്മാവ് നിറയണം, ഉദാരതയുടെ ആത്മാവ് നിറയണം, നീതിബോധത്തിൻ്റെ ആത്മാവ് നിറയണം, നീതിബോധത്തിൻ്റെ ആത്മാവ് നിറയണം. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഇടപെടണമേ. ഉദാരമായി സഹിഷ്ണുതയോടെ ചെറിയവരെല്ലാം ഉൾക്കൊള്ളുന്ന വിശാല ഹൃദയം നൽകണമേ. ഹല്ലേലൂയ. എല്ലാവർക്കും ധാരാളം കൊടുക്കുന്നൊരു സ്വഭാവം നൽകണമേ. ഹല്ലേലൂയ. പിടിച്ചു വെക്കുന്ന പിശുക്കിൻ്റെ അരുവിനെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ദുഷ്ടത ആത്മാവിനെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, മറ്റുള്ളവരെ ഞെരുക്കി പിശുക്കി അവർക്ക് കൊടുക്കാനുള്ളത് പിടിച്ചു വെക്കുന്ന അക്രമത്തിൻ്റെയും ദുഷ്ടതയുടെയും അനീതിയുടെയും ആധിപത്യങ്ങളും അരൂപികളും സ്വാധീനങ്ങളും യേശുനാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും ദേശത്തു നിന്നും വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഓരോ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് ന്യായമായ കൂലി ഇഷ്ടംപോലെ അവർക്ക് ആവശ്യമുള്ള കൂലി കൊടുക്കാൻ തക്കവണ്ണമുള്ള തുറവി എല്ലാ സ്ഥാപനങ്ങൾക്കും ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. Hallelujah, Maranatha. Come, Lord Jesus. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളെ അവിടുന്ന് അറിയുന്നവനാണ്. നിങ്ങളുടെ രോദന ഞാൻ കേട്ടു, നിങ്ങളുടെ തകർച്ച ഞാൻ കണ്ടു എന്ന് പറയുന്ന ദൈവം ഇന്ന് ഈ ആൾത്താരയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൻ്റെ രോഗങ്ങൾ, കുടുംബത്തിലെ കണ്ണുനീര്, മനപ്രയാസങ്ങൾ, കാലങ്ങളായ തടസ്സങ്ങൾ, എതിർചിന്തകൾ, പൈശാചിക പീഡകൾ, ഓരോ തരത്തിലുള്ള സംശയങ്ങൾ, എല്ലാതരം എതിർപ്പിൻ്റെ സ്വഭാവം, വിമത സ്വഭാവം, ആത്മീയ കാര്യങ്ങളിൽ വിശ്വാസം കുറഞ്ഞു വരുന്ന അവസ്ഥ, എല്ലാ മണ്ഡലങ്ങളിലേക്കും സ്വർഗത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. കൃപയാണ് വ്യത്യാസപ്പെടുത്തുന്നത്, ദൈവശക്തിയാണ് വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത്. തീ കല്ലിനെ നീറവയാക്കുന്നവനായ സർവശക്തനായ ദൈവമാണ് ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. കരങ്ങൾ സർവശക്തനിലേക്ക് നമുക്ക് ഉയർത്താം. ഓ ദൈവമേ, തീ കല്ലിനെ നീറവയാക്കി മാറ്റണമേ. പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെ തുള്ളാൻ തക്കവണ്ണം സർവശക്തി വ്യാപരിപ്പിക്കുന്നവനെ, ഇപ്പോൾ ഞങ്ങൾക്കെതിരെ അടഞ്ഞു കിടക്കുന്ന എല്ലാ അവസ്ഥകളിലേക്ക് ഉന്നത ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. ഓരോ ബാലികാ ബാലന്മാരെയും സ്വർഗത്തിന് ശക്തി കൊണ്ട് ഇപ്പോൾ പൊതിയണമേ. പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുടെ ബുദ്ധി തെളിയട്ടെ. എല്ലാ ദുർസ്വഭാവങ്ങളും കുട്ടികളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഈ കുട്ടികളെ കൂടെ ഉപദ്രവിക്കുന്ന എല്ലാ രോഗങ്ങളും ദുരദൃഷ്ടങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഈ കുട്ടികളുടെ പഠനത്തിന് തടസ്സമുണ്ടാക്കി കൂടെ വരുന്ന എല്ലാ രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കുടുംബത്തിൽ നിന്ന് പകർച്ചവ്യാധികളും രോഗങ്ങളും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാ ബാലികാ ബാലന്മാർക്ക് അഭിഷേകം നിറയട്ടെ, ജ്ഞാനം നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, സ്നേഹം നിറയട്ടെ. അനുസരണക്കേട്, പിടിവാശി, മർക്കടം സ്വഭാവം യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രികാലങ്ങളിൽ ഉറക്കത്തിൽ കിടന്ന് പലതരത്തിലുള്ള ദുർപീഡകൾക്ക് വിധേയപ്പെടുന്ന എല്ലാ കുട്ടികളിൽ നിന്നും ബാലികാ ബാലന്മാരിൽ നിന്നും എല്ലാ ദുരദർശനങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.